ഹായ് ഹലോ. അപ്പം ഞാനൊരു ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് ട്ടോ. അപ്പം ദാ ലൂക്ക് അവിടെ തൊട്ടിലിൽ കിടന്നിട്ട് നല്ല ഉറക്കാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ലൂക്കേനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? അപ്പം പോകുന്നത് ഇന്ന് എനിക്ക് ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. അപ്പം എനിക്ക് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസമായി ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അയണും കാൽസ്യമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു ഫോളോ അപ്പ് പോലെ പോകുന്നതാണ്. അപ്പോൾ പോകുന്നേക്കിന് തൊട്ട് മുന്നായിട്ടാണ് ലോക്കയ്ക്ക് സോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ കവർ ചെയ്തിട്ടുള്ള കട്ടിയുള്ള ഒരു കുപ്പായാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ള ഒരു കുപ്പായാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ക്യാപ്പ്, സോക്സ്, അതുപോലെ തന്നെ കൈമിടുന്ന ഗ്ലൗസ് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടുന്നതിൻ്റെ ഇടയിൽ ആശാൻ ഒന്ന് നൈസായിട്ട് എണീറ്റിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ആട്ടിയൊക്കെ ഒന്ന് കൊടുത്തു. ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആട്ടി കൊടുത്തിട്ടൊന്നും അവൻ ഉറങ്ങിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഉറങ്ങില്ല എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും പോവാറായിട്ടുണ്ട്. പിന്നെ അവൻ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് അലമ്പാക്കണ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ലൂക്കയുടെ സൗണ്ടൊക്കെ കേൾക്കാട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ആട്ടി കൊടുത്തു. അപ്പോൾ ഉറങ്ങണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് ആശാനെ അങ്ങോട്ട് എടുത്ത്. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി പതിവ് പോലെ ചിരിച്ചെണീറ്റ് മടിയിലൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും കൂട്ടില്ലാണ്ട് പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഞാൻ ലൂക്കേനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാണ്. ഞാൻ എന്നെ തന്നെ അയ്യോ! ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യല്ലോ എന്നൊരു കാര്യം ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോവാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ വരാനായിട്ട് ആരുമില്ല. കുറച്ച് പേര് കമന്റ് ഇട്ടായിരുന്നു വീട്ടിൽ വേറെ ആരും ഇല്ലേ എന്നുള്ളത്. അമ്മയുണ്ട് വീട്ടിൽ. പക്ഷെ അമ്മ ജോലിക്ക് പോവും. വൈകിട്ടാണ് വരുള്ളൂ. അപ്പം നമ്മളിപ്പോൾ സാധാരണ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ലൂക്കേനെയും കൊണ്ട് ഞാൻ മാത്രം തന്നെയാണ് പോവാറ്. വേറെ ആരും ഉണ്ടാവാറില്ല. പിന്നെ ആദ്യമേ എനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. അതാണ് സത്യം. കാര്യം കൂടെ വരാൻ ആളില്ല. പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിനെ ആലോചിച്ച് നമ്മുടെ ബുദ്ധിമുട്ടിനെ ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ സങ്കടവും കാര്യങ്ങളും ഇല്ല. ഒറ്റയ്ക്കാണല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പിന്നെയും കുറച്ചൊക്കെ ഒരു വിഷമം വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം അറിയാലോ. ഇപ്പം നമുക്ക് കുട്ടികൾക്ക് 1 മാസം, 2 മാസം, 3.5 മാസം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് വാക്സിൻ എടുക്കാൻ പോണ സമയത്താണ് അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി ഒന്ന് വിഷമം വരും. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലണ സമയത്ത് എല്ലാവരും കൂടെ ആൾക്കാരുണ്ടാവും. ഒന്നുല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടുതൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് കുട്ടികളും കൊണ്ട് വരിക. അതുപോലെ തന്നെ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അപ്പം അത് കാണുമ്പോൾ ചെറിയൊരു ഒരു ഇത് വരും. കാര്യം നമ്മള് അങ്ങനെ ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണല്ലോ എന്നൊരു ചെറിയൊരു ഇത് വരുന്നത് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ ആ കാര്യത്തോട് അക്സെപ്റ്റഡ് ആയി. പിന്നെ ഇവനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പല പല കാര്യങ്ങളും ഞാൻ മറന്നു പോവാണ് പതിവ്. അപ്പം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ പോവാനുള്ള കാര്യങ്ങളാണ് നോക്കണേ ട്ടോ. അപ്പോൾ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് റോട്ടിലേക്ക് കയറി നിന്നാൽ ചില സമയത്ത് ഓട്ടോ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടിയേ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ സ്ഥിരം പോണ 2 ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അതിലൊരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാക്സിൻ എടുക്കാൻ പോണം. ഇന്ന സമയത്ത് വരണം. സോറി, ഹോസ്പിറ്റലിൽ പോണം. ഇന്ന സമയത്ത് വരണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കറക്റ്റ് നേരത്തെ എത്തും. എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓട്ടോയുടെ കാര്യത്തിൽ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ റെഡിയായി ലൂക്കയ്ക്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. സോക്സൊക്കെ ഇട്ട് കൊടുത്തു. കുറേ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പം അതിന് ശേഷം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാൻ മെയിനായിട്ട് പുറത്ത് പോകുമ്പോൾ ഇപ്പം ബാഗ്, അതുപോലെ തന്നെ ലൂക്കേൻ്റെ ടർക്കി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുക്കാനായിട്ട് ലൂക്കേനെ കെടുത്തിയിട്ടുണ്ട്. ഇനി എൻ്റേതായ കുറച്ച് സാധനങ്ങൾ എടുക്കണം. സാധാരണ ഞാൻ എടുക്കാറ് ബാഗ് എടുക്കും, പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കും. പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സിൽ 10 രൂപ പോലും ക്യാഷ് ഇല്ല. അപ്പോൾ പിന്നെ അറിയുന്ന ചേട്ടനായതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കണം. അത് എന്താ പറയുക, പണ്ടേ എൻ്റെ ഉള്ള ശീലമാണ്. പണ്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ലിപ്സ്റ്റിക് ഉണ്ടാവും, ഫോൺ ഉണ്ടാവും. ഇതാണ് മെയിൻ സാധനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ളത് വാട്ടർ ബോട്ടിൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ലൂക്കയുടെ ടർക്കി, അതുപോലെ ഫോണ്,
പിന്നെ ഡെലിവറി കഴിഞ്ഞ ആദ്യ ഒരു സമയത്ത് 1, 2 മാസത്തെ സമയത്തൊക്കെ എനിക്ക് ഫീഡിങ് കറക്റ്റായിട്ട് അങ്ങനെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. ആദ്യത്തെ ഡെലിവറിയും കൂടി ആയതുകൊണ്ട് ഫീഡിങ് അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാനൊന്നും ആഹ് ഒരു വശം കിട്ടിയായിരുന്നില്ല. അപ്പൊ പുറത്ത് പോണ സമയത്ത് ഞാനിപ്പോ പെട്ടെന്ന് ലൂക്ക കരയാണെന്നുണ്ടെങ്കിൽ അവന് ഞാൻ ഫീഡിങ് ബോട്ടിൽ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോയി. ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലൂക്ക കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരണവരെ നല്ല കുട്ടിയാണ്. വന്നു കഴിഞ്ഞിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ. അവന് വിശക്കുമ്പോൾ മാത്രമാണ് അവൻ അങ്ങനെ അപ്പോഴും വാശിയൊന്നുമില്ല. വിശക്കുമ്പോൾ അവൻ കരയും. അത് കഴിയുമ്പോൾ പാല് കൊടുക്കും, ഉറങ്ങും. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് കാണേണ്ടതായിരുന്നു 10 മിനിറ്റത്തെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ നമ്പറായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഓട്ടോ ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അതിനുള്ളിൽ എന്തായാലും കഴിയും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ആന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റോടെ എന്നെ കണ്ടു കഴിഞ്ഞു. ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നു ട്ടോ. പെട്ടെന്ന് നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് പോരാൻ പറ്റി. അങ്ങനെ വീട്ടിലെത്തി ലൂക്കയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റായിരുന്നു. അപ്പോൾ ലൂക്ക ദാ ക്യാമറ നോക്കി കിടക്കുന്നുണ്ട്. അവൻ ക്യാമറ എവിടെയാണ് അവിടേക്ക് പെട്ടെന്ന് അവൻ്റെ കണ്ണെത്തും. അത് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഏത് മുക്കിലും മൂലയിലും കൊണ്ടുവച്ചാലും ക്യാമറ അവൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കും. അപ്പോൾ ദാ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല ട്ടോ. സാധാരണ ന്യൂ ബോൺ ബേബീസിന്റെ പോലെ ഇരിക്ക അവന്റെ സൈഡീന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണത് ലൂക്കയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവം ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പൊ നമ്മള് പറയൂലേ, നമ്മള് വയറ്റില് ഉണ്ണി ഉണ്ടാവണ സമയത്ത് ആ കുട്ടി നമ്മുടെ പുറത്ത് കിടക്കണ കാര്യങ്ങൾ നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയണ പോലെ തന്നെ അവനിപ്പോ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സന്തോഷം സമാധാനം തരും. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ലൂക്കേനെ കാണുന്നത്. കാരണം ലൂക്കയുടെ പ്രസൻസ് എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടെന്നുള്ളത് ഞാൻ അതിനെ ഒറ്റ വാക്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത്, ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ലൂക്കേനെ കാണുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും ദൈവത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനെല്ലാം ബാലൻസ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യാൻ പാകത്തിന് എനിക്ക് അത്രയും നല്ലൊരാൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ദാ അങ്ങനെ ഞങ്ങൾ എത്തി ഡ്രസ്സൊക്കെ മാറി കുറച്ചിങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരിക്കും. ഞങ്ങൾ കുറേ ഇങ്ങനെ കളിച്ച് വർത്താനം പറയും കേട്ടോ. അവൻ അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റിപ്ലൈ തരും. അവൻ പറയുന്നത് എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലാവണില്ലെങ്കിലും ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. കുറേ നേരം സംസാരിക്കും, കളിക്കും, ചിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എപ്പോഴും വർത്താനം പറയും ഞങ്ങൾ. അപ്പം ദാ ഡ്രസ്സൊക്കെ മാറി അവനെ ഉറക്കാനുള്ള പരിപാടിയിലാണ്. ഉറക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പം ദാ ഞങ്ങളിതാ ഉറങ്ങാൻ പോവാണ് ട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചു. പോയി വന്ന ടർക്കിയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ബാഗൊക്കെ ഒതുക്കി വെച്ച് ഡീസൻ്റായി ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോഴും ദാ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങുക. കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് കിടന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നോക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഉറങ്ങാൻ തുടങ്ങി. ഉച്ചയ്ക്കാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. ഞാൻ അടുത്ത് കിടന്ന് അവൻ കുറേ നേരം കിടന്നുറങ്ങും. എണീക്കുകയാണെങ്കിലും ഇടയിലൊന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ കിടന്നുറങ്ങും. അപ്പം എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ലപോലെ സുഖമായി കിടന്നുറങ്ങി. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അകത്തേക്ക് വലിയ തണുപ്പില്ലെങ്കിലും പുറത്ത് തണുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫാൻ ഇട്ടാലും അകത്ത് അത്യാവശ്യം തണുവൊക്കെ ഉണ്ടാവും ട്ടോ. പക്ഷെ അവൻ ചൂടുള്ളതുകൊണ്ട് അവന് തണുവ് ഒരു പ്രശ്നമേ അല്ല. അവന് ചൂടാണ് എപ്പോഴും. അവൻ ചൂടായി ചൂടായി ഇങ്ങനെ വേർത്തൊലിക്കും. അപ്പം ദാ ഞങ്ങളിങ്ങനെ കളി പറഞ്ഞ് ഇങ്ങനെ കിടക്കാണ് ട്ടോ. അതിനിടയിൽ അവൻ നല്ലപോലെ ചിരിക്കും, വർത്താനം പറയും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി. ഉറങ്ങി പിന്നെ ഉച്ചതിരിഞ്ഞിട്ടാണ് ട്ടോ എണീറ്റെ. അപ്പം ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.